തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരി ചടങ്ങിന്റെ ഭാഗമായുള്ള പുത്തൻ നെൽക്കതിർ സമർപ്പണം ഭക്തിസാന്ദ്രമായി. ഇത്തവണ മേയർ വി രാജേഷ് ശിരസിലേറ്റി പരമ്പരാഗത രീതിയിലാണ് നെൽക്കറ്റകൾ ഭഗവാന് മുന്നിൽ എത്തിച്ചത്. നിരവധി ഭക്തരാണ് ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തിയത്. വാദ്യമേളഘോഷങ്ങളുടെ അകമ്പടിയോടെ അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കിയായിരുന്നു പുത്തൻ നെൽക്കതിർ സമർപ്പണം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പരമ്പരാഗത രീതിയിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ പുത്തരിക്കണ്ടത്തുനിന്ന് നെൽക്കതിരുകൾ കൊയ്തെടുത്തു. പിന്നീട് വൈകിട്ടോടെ മേയറും സംഘവും തലയിലേറ്റിയാണ് നെൽക്കതിരുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നഗരസഭാ ഭരണസമിതി കതിർക്കറ്റകൾ ക്ഷേത്ര ഭരണസമിതിക്ക് കൈമാറി. പുത്തരിക്കണ്ട മൈതാനത്തിൽ തന്നെ ഒരുക്കുന്ന പാടത്തിൽ ഞാറ് നട്ട് വിളയിച്ച് ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഭരണസമിതി അധികാരത്തിലേറി ആദ്യത്തെ മാസം തന്നെ സംസ്ഥാന കൃഷി വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഞങ്ങൾ ഞാറ് നട്ടു, പാടമൊരുക്കി ഞാറ് നട്ടു. ശ്രീ കരമന ജയൻജി വളരെ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരിക്ക് ആവശ്യമായ നെൽക്കതിരുകൾ പുത്തരിക്കണ്ടത്ത് തന്നെ വിളയിച്ച് ഞങ്ങളോട് സമർപ്പിക്കുന്നു. അത് നിറവേറ്റാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമാണ് നിറപുത്തരി മഹോത്സവം. ഓഗസ്റ്റ് 3 നിറപുത്തരി ചടങ്ങ്. മന്ത്രി CP ജോണും നിറപുത്തരി ചടങ്ങിന്റെ ഭാഗമായുള്ള പുത്തൻ നെൽക്കതിർ സമർപ്പണത്തിന്റെ ഭാഗമാകാനെത്തി. ജനം, തിരുവനന്തപുരം.